ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഓഫ് ജിയോളജിസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ചരിത്രപരമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഉത്തരങ്ങൾ എഴുതി വെക്കുക. ഭാരതത്തിൽ നിലനിന്നിരുന്ന 5 രാജവംശങ്ങളുടെ പേര് പെട്ടെന്ന് ഓർമ്മയുണ്ടാവോ? ഞാൻ തന്നെ പറയാം. ഗുപ്തന്മാർ, മൗര്യന്മാർ, മുഗളന്മാർ, രജപുത്രന്മാർ. അതല്ലെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ദക്ഷിണ ഭാരതത്തിലേക്ക് വരികയാണെങ്കിൽ ചോളന്മാർ, പല്ലവന്മാർ, ചേരന്മാർ. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ നന്നായിട്ട് നമ്മൾ ഹൈസ്കൂൾ ലെവലിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ടെക്സ്റ്റ് ബുക്കുകളിൽ ഒന്നും കാണാത്ത അല്ലെങ്കിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇപ്പോഴും ഉൾപ്പെടുത്താത്ത ഒരുപാട് രാജവംശങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ രാജവംശങ്ങളുടെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര വർഷം ഇവരുടെ രാജവംശം നിലനിന്നിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഗുപ്തന്മാർ ഭാരതത്തിൽ 290 വർഷമാണ് ഉണ്ടായിരുന്നത്. മുഗളന്മാർ 331 വർഷവും മൗര്യന്മാർ 142 വർഷങ്ങളുമാണ്. ഈ വിവരങ്ങൾ നമ്മൾ സ്കൂൾ തലത്തിൽ നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും രേഖപ്പെടുത്താത്ത ഒരു രാജവംശത്തെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് വെറും രാജവംശമല്ല കേട്ടോ. 16-ാം നൂറ്റാണ്ടിൽ ഏറ്റവും ശക്തമായി നിന്നിരുന്ന മുഗൾ രാജവംശത്തെ 17 തവണ തോൽപ്പിച്ച ഒരു രാജവംശത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ കേട്ടിട്ട് കൂടി ഉണ്ടാവില്ല ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന അസാം വരെ നമുക്കതിന് വരണം. ഇവിടുത്തെ ബ്രഹ്മപുത്ര നദീതടങ്ങൾ അടക്കി വാണിരുന്ന മുഗളന്മാരെ 17 തവണ തോൽപ്പിച്ച ഒരു രാജവംശം, അവരുടെ പേരാണ് അഹോം രാജവംശം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നതും അവരുടെ കഥയാണ്. AD 1228 മുതൽ 1826 വരെ നീണ്ടു നിൽക്കുന്ന 598 വർഷങ്ങളാണ് അഹോം ഈ അസാം ഭരിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മപുത്ര നദീതടങ്ങളിൽ കേന്ദ്രീകൃതമായ ഒരു രാജവംശമാണ് അഹോം രാജവംശം. ഈ 598 വർഷങ്ങൾ അഹോം രാജാക്കന്മാർക്ക് അത്ര എളുപ്പമായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 17 തവണ മുഗളന്മാർ ആക്രമിച്ചു. അതുകൂടാതെ ഒരുപാട് തവണ ബർമയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു പ്രവിശ്യകളിൽ നിന്നും ഉള്ള ആൾക്കാർ അഹോമിനെ ആക്രമിച്ചിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്തതുകൊണ്ടാണ് അവര് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഏറ്റവും ദൈർഘ്യമേറിയ രാജവംശമായിട്ട് മാറിയത്. അവരുടെ കഥയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക്. അതിനുവേണ്ടി നമുക്ക് ആദ്യം പോകേണ്ടത് അഹോം സാമ്രാജ്യത്തിന്റെ രാജധാനിയായ ശിവസാഗറിലേക്കാണ്. അപ്പൊ നമുക്ക് ശിവസാഗറിലേക്ക് പോകാം. ഗുവാഹട്ടിയിൽ നിന്നും 362 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് ശിവസാഗറിലെത്താൻ. ശിവസാഗർ, ദ ഓഷ്യൻ ഓഫ് ശിവ, 257 ഏക്കർ പരന്നു കിടക്കുന്ന ഒരു മനുഷ്യനിർമ്മിതമായ ഒരു വലിയ തടാകത്തിന് ചുറ്റുമാണ് ശിവസാഗർ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഈ തടാകം ഉണ്ടാക്കിയത് ശിവസിൻഹ എന്ന് പറയുന്ന ഒരു അഹോം രാജാവാണ്. അഹോം രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ശിവസാഗർ അറിയപ്പെട്ടിരുന്നത് റാങ്പൂർ എന്ന പേരിലാണ്. 1699 മുതൽ 1788 വരെ അഹോമിന്റെ തലസ്ഥാനമായിരുന്നു ഈ ശിവസാഗർ സിറ്റി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ജോർഹാട്ടിലാണ് ഒരു ചെറിയൊരു ടീ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓപ്പൺ റോഡ്, ഹിമാലയം, ഇത് വളരെ ഭയങ്കരമായൊരു കോമ്പിനേഷനാണ് ഇത്. എവിടെയാടാ? ഇവിടെയാ? ഹലോ ഫ്രണ്ട്സ്, ശിവസാഗറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് താമസിക്കാൻ പോണത് യദുവിൻ്റെ കൂടെയാണ്.
യദുവിന് ആദ്യമായിട്ട് കണ്ടതൊക്കെ സ്റ്റോറി പിന്നീട് പറയാം. BCPL ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. അപ്പൊ ഒന്ന് ഫ്രഷ് ആയിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യദു കൃഷ്ണനെ കണ്ട സ്റ്റോറി പറഞ്ഞു തരാമെന്ന്. 2019 നാഗാലാൻഡ് ട്രിപ്പ് ഞങ്ങള് ഹോൺബിൽ ഫെസ്റ്റിവലിന് പോയിട്ടുണ്ടായിരുന്നു. ഡിസംബർ 7 2019. അന്ന് നമ്മള് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ഒരാളാണ് യദു. യദു മാത്രമല്ല, യദുവിന്റെ ഫ്രണ്ട്സും. അപ്പോൾ ഇന്ന് എനിക്ക് ശിവസാഗറിലെ കാര്യമായിട്ട് പ്ലാനുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് BCPL ടൗൺഷിപ്പിലാണ്. BCP ടൗൺഷിപ്പിന്റെ കാഴ്ചകൾ ഞാൻ യദുവിന്റെ സൈക്കിളിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ കാഴ്ചകൾ കാണാം. വളരെ തിരക്കേറിയ ഒരു നഗരം തന്നെയാണ് ശിവസാഗർ. രാത്രിയിലെ ഈ ആകാശ കാഴ്ചകൾ വളരെ മനോഹരമായി പകർത്തി തന്ന അൺഎക്സ്പ്ലോർഡ് നോർത്ത് ഈസ്റ്റിന് ഒരുപാട് നന്ദി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനുള്ളത് BCPL ഗസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ രാവിലെയായി നല്ല ഉറക്കമൊക്കെ കിട്ടി. യദു കൃഷ്ണന്റെ കൂടെയായിരുന്നു ഇന്നലെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പുറപ്പെടുകയാണ് ശിവസാഗർ കാഴ്ചകൾ കാണാം. 13-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള അഹോം രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ നിർമ്മിച്ച ഒരുപാട് നിർമ്മിതികളുണ്ട്. നമ്മൾ ഇന്ന് അതൊക്കെയാണ് കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കാരംഘർ. കാരംഘറിന്റെ അർത്ഥം ഇതാണ്, പാലസ്, രാജകൊട്ടാരം. അപ്പോൾ അഹോം രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. നമ്മൾ ഈ കാണുന്നത് 16-ാം നൂറ്റാണ്ടിലെ ആർക്കിടെക്ചർ വണ്ടറാണ്. 16-ാം നൂറ്റാണ്ടിൽ അഹോമിന്റെ 15-ാമത്തെ രാജാവ് സുക്ലേൻമുഖ് അദ്ദേഹമാണ് ഈ ബിൽഡിംഗ് പണി കഴിപ്പിച്ചത്. അതിനുശേഷം രാജേശ്വർ സിൻഹ 18-ാം നൂറ്റാണ്ടിൽ റീബിൽഡ് ചെയ്ത് 3 സ്റ്റോറി ബിൽഡിംഗ് ആയിട്ടാണ് ഇപ്പോ ഈ പാലസ് ഇപ്പൊ നിൽക്കുന്നത്. വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കുനിഞ്ഞു മാത്രമേ അകത്തോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. ഓരോ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടാറുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് ജോജോതി ഗൊഗോയി എന്നാണ്. ജോജോ എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ ഇദ്ദേഹം ഒരു അഹോമാണ്. ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളോട് പറയാൻ പോകുന്നത്. AD 1228 ചൈനയിലെ യുനൻ പ്രവിശ്യയിൽ നിന്നും വന്ന ഒരു തായി രാജകുമാരനാണ് ചൗലോങ് സുഖാപ്പ. അദ്ദേഹത്തിൻ്റെ 9000 പടയാളികളുമായി പത്കായ് മലനിരകൾ താണ്ടി ബ്രഹ്മപുത്ര നദീതീരത്ത് എത്തിച്ചേരുകയായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത കിങ്ഡമാണ് അഹോം കിങ്ഡം. ബ്രഹ്മപുത്രയിൽ വന്ന് താമസിച്ച് അവര് സാമ്രാജ്യം പടുത്തുയർത്താൻ തുടങ്ങിയപ്പോൾ അവർക്ക് റിലീജിയൻ ഉണ്ടായിരുന്നില്ല, മതം ഉണ്ടായിരുന്നില്ല. ഇവര് ബേസിക്കലി തായ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ സമയത്ത് ആസാമിൽ ഉണ്ടായിരുന്ന വൈഷ്ണവി കൾച്ചർ അഡോപ്റ്റ് ചെയ്യുകയും
അവസാനം നമ്മൾ പറയാം ആസാമിലേക്ക് മെൽറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരാണ്. അൾട്ടിമേറ്റ്ലി ഇവര് ആസാമിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടായി മാറുകയാണ് ചെയ്തത്. ഒരുപാട് കൗതുകമുണർത്തിയ അഹോം രാജകൊട്ടാരത്തിൽ നിന്നും ഞങ്ങൾ പിന്നീട് പോയത് അഹോം രാജവംശത്തിൻ്റെ ആദ്യ രാജധാനിയായ ചരീഡിയുവിലേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചരീഡിയു ഡിസ്ട്രിക്ട്, ആസാം. നമ്മൾ നേരത്തെ കണ്ട ശിവസാഗർ ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെയാണ് നമ്മൾ അഹോം കിങ്ഡത്തിന്റെ ചരിത്രം തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അഹോം കിങ്ങായ സുകാപ്പ ആദ്യമായിട്ട് രാജധാനിയായിട്ട് പ്രഖ്യാപിച്ചത് ഈ ചരീഡിയുവിനെയാണ്. അതുമാത്രമല്ല അഹോംസിന് വളരെ പവിത്രമായ ഒരു പ്ലേസും കൂടിയാണ്. എന്തുകൊണ്ടെന്നാൽ അഹോം രാജാക്കന്മാരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത ശവകുടീരങ്ങളാണ് ഇവിടെയുള്ളത്. ചരീഡിയോ, എ ഗ്രൂപ്പ് ഓഫ് 4 മൈദംസ്. ചരീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹോം ഭാഷയിൽ ദ ഷൈനിങ് സിറ്റി ഇൻ ദ ഹിൽസ് എന്നാണ്. അതുപോലെ മൈദംസ് എന്ന് പറയുന്നത് ശവകുടീരങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഒരു ശവകുടീരമാണ്. ഒരു മൺകൂന കൂട്ടിയിട്ട് അതിനകത്താണ് ഒരു അഹോം രാജാവിനെ ബറി ചെയ്ത സ്ഥലമാണിത്. അതിൻ്റെ 4 ഭാഗത്തും നല്ല മൺകട്ടകൾ കൊണ്ട് അവർ ബൗണ്ടറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരവുമായി അഹോം സംസ്കാരത്തിന് ഒരുപാട് ബന്ധമുണ്ട്. ഇവർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വളർത്തു മൃഗങ്ങളടക്കം, അദ്ദേഹത്തിന്റെ ആഭരണങ്ങൾ, അദ്ദേഹത്തിന്റെ പരിചാരകർ, അതുപോലെ നാണയങ്ങൾ, ഡ്രസ്സ് എല്ലാം മരണത്തോടു കൂടി അദ്ദേഹത്തിന്റെ കൂടെ പ്രിസർവ് ചെയ്യും. വളർത്തു മൃഗങ്ങൾ പോലും അദ്ദേഹത്തിന്റെ കൂടെ മറവ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ചരീഡിയോയെ പിരമിഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടും. ഒരു അഹോം കിങ്ങിന്റെ ശവകുടീരമാണ്. പേരൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല കാര്യമായിട്ട്. ഈ പറയുന്ന ഈ ചെറിയൊരു കുന്ന് അത് വെറും മണ്ണ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതല്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോ പുല്ലൊക്കെ മുളച്ച് നന്നായിട്ട് പൊങ്ങി കിടക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഇത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രിക്സ് കൊണ്ടാണ്. അതിന്റെ മുകളില് ഇപ്പൊ പുല്ലൊക്കെ വളർന്ന് നമുക്കൊരു മൺകൂന പോലെ തോന്നുകയാണ് ഇത് കാണുമ്പോൾ. നമ്മൾ ഈ കാണുന്നത് ഇതൊരു ചെറിയൊരു ശവകുടീരമാണ്. ഇത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ നേരത്തെ കണ്ടത് വലിയ വലിയ ശവകുടീരങ്ങളൊക്കെ നമ്മൾ കണ്ടത് മുഴുവൻ കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഇത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പരിചാരകരതോ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ കൂടെയുള്ള അനുചരന്മാരതോ അങ്ങനെയുള്ള ഒരു ശവകുടീരമായിരിക്കാം ഇത്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ശവകുടീരങ്ങളാണ് എന്നൊന്നും ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മൈദംസ് അല്ലെങ്കിൽ ശവകുടീരങ്ങൾ പേരൊന്നും അറിയാത്തതുകൊണ്ട് അവർ നമ്പർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മൈദമാണിത്. ആരുടേതാണെന്നും ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ചരീഡിയോയിലെ ദ ഗ്രേറ്റ് ഇന്ത്യൻ പിരമിഡ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മൈദംസ് കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ അഹോം വാസ്തുവിദ്യയുടെ കാണാ കാഴ്ചകളിലേക്കായി യാത്ര തുടരുകയാണ്. അഹോം സാമ്രാജ്യത്തിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.